ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇതിലേക്ക് ഒരു 10 ചെറിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള, കാൽ ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വാടി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്ന വരെ. അത് നല്ലപോലെ വഴറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തുള്ളായിരുന്നു. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂന്തളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കാം. കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും കൊണ്ടുള്ള കറി തയ്യാറാക്കാം. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു സവാളയും ഒരു 15 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുരിങ്ങയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക, നല്ലോണം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് നേരം നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഇതുകൊണ്ട് നല്ലപോലെ നരച്ചെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറിക്ക് പുളിക്ക് ആവശ്യമായ വാളംപുളി പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്.